ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഓർക്കുന്നു. എപ്പോഴും മറക്കും. എന്താ കാര്യം? അല്ല, നിങ്ങളുടെ കല്യാണം ഏത് ക്ഷേത്രത്തിലായിരുന്നു എന്നാ പറഞ്ഞേ? അല്ല, അത് പിന്നെ എന്താ കിരൺ, എന്തെങ്കിലും സംശയമുണ്ടോ? ഏയ്, ഒന്നുമില്ല. നമ്മുടെ സ്കൂളിന്റെ അടുത്ത് തന്നെയുള്ള കൃഷ്ണൻകോവിലിൽ വെച്ചായിരുന്നു കല്യാണം. ആഹാ. ദുർഗ വാ, കൃഷ്ണൻകോവിലേക്ക് പോ. ഓ അല്ല, സ്കൂളിലേക്ക് പോ. വാ വാ. അല്ല, എന്തിനാ ചേച്ചി അതിപ്പോ ചോദിച്ചത്? ഒന്നുമില്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. ഓ, എങ്കിൽ നിങ്ങൾ ചെല്ല്. ശരി എന്നാ. ശരി ചേച്ചി. സ്കൂളിലെത്താൻ ലേറ്റ് ആവും. അതെ. ഹലോ. ഹലോ, ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലെ പൂർണിമയാണ് സംസാരിക്കുന്നത്. മനസ്സിലായി, പറഞ്ഞോളൂ. വഴിപാട് വല്ല എഴുതാനുണ്ടോ? അല്ല, ഞാനൊരു വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാ. ചോദിച്ചോളൂ. ഫെബ്രുവരി 22-ാം തീയതി അവിടെ നടന്ന ഒരു വിവാഹത്തിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അറിയണമായിരുന്നു. പയ്യന്റെയോ പെണ്ണിന്റെയോ പേരും അഡ്രസ്സും പറഞ്ഞാൽ ഞാൻ നോക്കി പറഞ്ഞുതരാം. എന്ത് വിവരം അറിയേണ്ടത്? അന്ന് അവിടെ വിവാഹങ്ങൾ കുറെ ഉണ്ടായിരുന്നോ? ഫെബ്രുവരി 22-ന് രുക്മിണി സ്വയംവരം നടന്ന ദിവസമാണ്. അന്ന് 2-3 വിവാഹങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കറിയാവുന്ന 2 പേര് അന്ന് അവിടെ വിവാഹം കഴിച്ചോന്നൊന്നറിയണം. കിരണെന്നും ദുർഗയെന്നുമാണ് അവരുടെ പേര്. വീട്ടുപേര് ചിറക്കൽ എന്നാണ്. പേരും വീട്ടുപേരും എനിക്കൊന്ന് മെസ്സേജ് അയക്കാമോ? അത് ഞാൻ അയച്ചേക്കാം. ഞാനൊന്ന് നോക്കിയിട്ട് വിവരം അറിയിക്കാം. കഴിയുന്നതും വേഗത്തിൽ അറിയിച്ചാൽ കൊള്ളാമായിരുന്നു. കഴിഞ്ഞ മാസത്തെ അല്ലേ, അധിക നാളൊന്നും ആയിട്ടില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് ഉടനെ പറയാം. ഓക്കെ, താങ്ക് യു. ശരി. പൂർണ്ണിമ ചേച്ചിക്ക് നമ്മുടെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എനിക്കും തോന്നി. അതാ കല്യാണത്തിന്റെ ദിവസവും ക്ഷേത്രത്തിന്റെ കാര്യമൊക്കെ ചേച്ചി എടുത്തെടുത്ത് ചോദിച്ചത്. ചേച്ചി ക്ഷേത്രത്തിൽ അന്വേഷിക്കാനും സാധ്യതയുണ്ട്. അന്വേഷിച്ചാലും കുഴപ്പമൊന്നുമില്ല. അന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇറങ്ങി വരുന്നതിന്റെ CCTV വിഷ്വലൊക്കെ അവിടെ ഉണ്ടല്ലോ. അത് കാണുമ്പോ ചേച്ചി വിശ്വസിച്ചോളും. അത് ശരിയാ. എല്ലാ യഥാർത്ഥ കല്യാണത്തിന്റെ സെറ്റപ്പ് ചെയ്തത് നന്നായി.